Yes, guys, I am back. Hello, guys, it's me, Mr. Dex. Welcome to my YouTube channel, Mr. Titan Dex. നിങ്ങൾ വിചാരിക്കും ഇതെന്താ പുതിയ പേരാണോ മിസ്റ്റർ ടൈറ്റൻ ഡെക്സ് എന്ന്? അല്ല ഗൈസ്, ഞാൻ പേര് മാറ്റിയതാണ്. മിസ്റ്റർ ഡെക്സ് ഗെയിമിംഗ് എന്നാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ് ഞാൻ പേര് മാറ്റിയത് എന്ന് പറഞ്ഞത്, യൂട്യൂബിൽ അടിച്ചിട്ടാകുമ്പോൾ കുറേ മിസ്റ്റർ ഡെക്സ് ഉണ്ട്. പക്ഷെ ഞാൻ എൻ്റെ തന്നെ ക്രിയേറ്റിവിറ്റിയിൽ ഉണ്ടാക്കിയൊരു പേരാണ് മിസ്റ്റർ ഡെക്സ് എന്നുള്ളത്. അപ്പോൾ യൂട്യൂബിൽ അടിച്ചിട്ടാകുമ്പോൾ കുറേ ഉണ്ട്, അതുകൊണ്ട് മിസ്റ്റർ ടൈറ്റൻ ഡെക്സ് എന്നാക്കിയിട്ട് മാറ്റി. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് വോയിസ് റെക്കോർഡിങ്ങിലാണ്. എന്തുകൊണ്ടാണെന്ന് വിചാരിക്കും, അതെൻ്റെ ഒരു മണ്ടത്തരം കാരണമാണ്. മൈക്ക് ഞാൻ തിരിച്ചാണ് വെച്ചത്, അതുകൊണ്ട് സൗണ്ടൊന്നും കേട്ടിട്ട് പിന്നെയാണ് റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് മനസ്സിലായത് സൗണ്ടൊന്നും വരുന്നില്ല എന്നുള്ളത്. ആൻഡ് ഇത് നമ്മളൊരു പുതിയൊരു വേൾഡാണ്, ലെറ്റ്സ് പ്ലേ വേൾഡ് സർവൈവൽ. ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തത്രേ. ആൻഡ് നിങ്ങൾ വിചാരിക്കും ഇതേതാ സ്കിന്നെന്ന്. നിങ്ങൾ എൻ്റെ ലോഗോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എൻ്റെ ലോഗോ എന്ന് പറയുന്നത് ലൈക്ക് ഒരു നറൂട്ടോൻ്റെ ഒരു ലോഗോ ആണ്. നറൂട്ടോ ഒരു ബ്ലൂ ഡ്രസ്സ് ഇട്ടിട്ടുള്ളത്. എൻ്റെ കളർ ബ്ലൂ ആയതുകൊണ്ടാണ് ഞാൻ അതിനങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ട് അങ്ങനെ ആക്കിയത് ലോഗോ. അപ്പോൾ ലോഗോ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതും ഡ്രസ്സും ഇങ്ങനെ തന്നെ ആക്കി. നല്ല പാണ്ടല്ലേ, ബ്ലൂ ഡ്രസ്സും ആ ഒരു മഞ്ഞ മുടിയും. ബാക്കിൽ ഡി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, ഡെക്സിൻ്റെ ഡി ആണ്. ഇത് ഞാൻ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ആൻഡ് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ലെറ്റ്സ് പ്ലേ വേൾഡാണ് നമ്മൾ പുതിയ ക്രിയേറ്റ് ചെയ്തത്. മറ്റേ വേൾഡിൽ നിന്ന് ഇതാക്കാൻ കാരണം ബിക്കോസ് മറ്റേ വേൾഡിൽ ഞാൻ എല്ലാം എന്നെക്കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്തിട്ടായി. ലൈക്ക് അയൺ കെട്ടി, പോര കെട്ടി, അങ്ങനത്തെ പലതും ചെയ്തിട്ടായി. ആൻഡ് ഇനി ഇതൊക്കെ ഒരു കണ്ടൻ്റ് ആക്കിയിട്ട് എടുക്കണമല്ലോ. ലൈക്ക് ഇതൊക്കെ ചെയ്ത് കൊണ്ട് തന്നെ നമുക്ക് അതിൽ ഇടാൻ എന്തോ കണ്ടൻ്റ് ഇല്ല, ഐ മീൻ ആ ഒരു വേൾഡിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പുതിയ ലെറ്റ്സ് പ്ലേ തുടങ്ങാം. ഇതൊരു പുതിയ ലെറ്റ്സ് പ്ലേ ആണ്. ഇതിൻ്റെ ബാക്കിൽ കണ്ടോട്ടെ ഡി എഴുതിയിട്ട്. റെക്കോർഡിങ്ങിലായതുകൊണ്ടാണ് എനിക്ക് എന്ത് ടൈമിങ്ങിന് മനസ്സിലാത്തത്. അതിൽ മല്ല പോലും കേൾക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം എന്ന് പറയുന്നത്. ആൻഡ് യെസ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു പിടിക്കുക. നേരെ വീഡിയോ എടുക്കാം. അപ്പോൾ ഗൈസ്, എൻ്റെ ചെറിയ മണ്ടത്തരം കാരണം ഞാൻ വലിയ കഷ്ടപ്പാടാണ് ഏൽപ്പിക്കൊണ്ടുള്ളത്. ആൻഡ് ഫൈനലി ഞാനൊരു പ്ലെയിൻസിൽ സ്പോണായി. ഇത്രയും കാലം ഞാൻ ഇപ്പോൾ ഒരിക്കലും ഞാൻ ലെറ്റ്സ് പ്ലേ തുടങ്ങാൻ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പോഴാണെങ്കിൽ ഫുള്ള് റെക്കോർഡിങ് എന്തെല്ലോ സീനായിട്ട് എനിക്ക് ഭ്രാന്ത് പിടിച്ച്. ആൻഡ് അപ്പോൾ എന്ത് സംഭവിച്ചത് വെച്ചാൽ അപ്പോൾ സ്പ്രൂസ് ഭയമില്ലാണ് ഞാൻ സ്പോണായത്. എനിക്കാണെങ്കിൽ തീരെ ഇഷ്ടമില്ലാത്തതാണ് സ്പ്രൂസ് ഭയം. ഓക്കെ സാറില്ല சொல்லிட்டு ഞാൻ എന്താക്കി ഇതാക്കി. അതേ ഭയം പോയി കിട്ടുന്നേ ഇല്ല. ഭയം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു, പിന്നെയും ഞാൻ റെക്കോർഡ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഷുഗർ കേൻ എടുക്കാനാണ് വന്നിട്ടുള്ളത്. ഇതെന്താ പൊട്ടാത്ത കിട്ടി. കുറച്ച് ലാഗാണ്, അതുകൊണ്ടാണ് കേട്ടോ പൊട്ടാത്തത്. ആൻഡ് ഇതോടെ കുറേ ഉണ്ടല്ലോ ഷുഗർ കേൻ. ഓ ബ്രോ, അതൊരു വില്ലേജാണോ നോക്കട്ടെ? ഓ അല്ല ഗൈസ്, അത് വില്ലേജ് അല്ല, അതൊരു മരമാണ് കേട്ടോ. എനിക്ക് ആ വില്ലേജിലൊരു കോബിൾ സ്റ്റോണിൻ്റെ ഇതുണ്ടല്ലോ, അതുപോലെയാണ് എനിക്ക് തോന്നിയത്. ആണോ? ചിലപ്പം നമുക്ക് പോയിട്ട് നോക്കാം ഗൈസ്. ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ആയിരിക്കും. എനിക്ക് നമ്മളെ ഗോൾ ഇന്നത്തെ വെച്ചില്ലെങ്കിൽ ടു ഫൈൻഡ് എന്ത് വില്ലേജാണ്. വില്ലേജ് കണ്ടുപിടിക്കാൻ കഴിയാൻ നോക്കാം. അല്ല ഗൈസ്, ഇത് വില്ലേജ് എല്ലാം മരമാണ്. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ ഫസ്റ്റത്തെ മരം മുറിക്കാൻ പോവാണ്. നമ്മളൊരു സുധി ഫാൻ ആയതുകൊണ്ട് ഫസ്റ്റത്തെ മരം മുറിച്ചെങ്കിൽ എന്താക്കണമെന്ന് അറിയല്ലോ, എടുത്തിരിക്കണം. അതാണ് നമ്മളിത്. ഇപ്പം ഞാൻ വില്ലേജ് കണ്ടുപിടിക്കാനാണ് പോകുന്നുള്ളത്. എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമുക്കൊരു ഷീപ്പിനെ കിട്ടി. ഷീപ്പിനെ കൊന്നില്ലെങ്കിൽ ശരിയാകത്തില്ല, ബിക്കോസ് എനിക്ക് ബെഡ് ഉണ്ടാക്കണം. ഇങ്ങനെ 3 ഷീപ്പിനും കൂടി കൊന്നിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമുക്കൊരു ബെഡ് ഉണ്ടാക്കാനുള്ള ഷീപ്പിനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ് ഉണ്ടാക്കാനുള്ളതാണ് ഒരു പണി. ഓ, അവിടെ ഷുഗർ കെയിൻ ഉണ്ട്. ഷുഗർ കെയിനും കൂടി പറിച്ചേക്കാം. 5 ഷുഗർ കെയിൻ ഉണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ 14 ഷുഗർ കെയിനായി. ഇനി നമുക്ക് എവിടെയെങ്കിലും വില്ലേജ് ഉണ്ടോയെന്നെല്ലാം നോക്കിയിട്ട് വരാം ഗൈസ്. ഓക്കെ, അങ്ങനെ ഗൈസ് ഞാൻ എക്സ്പ്ലോർ ചെയ്ത്. ഓ ഇതല്ലേ ഞാൻ സ്പോണായ സ്ഥലം വന്നിട്ട്. ഗൈസ്, ഇതൊരു കേവല്ലേ? കുറച്ച് ലാഗ് അടിക്കുന്നുണ്ട്. ഗൈസ്, ഒരു കേവ് നമുക്കങ്ങനെ മൈനിങ് ചെയ്യാനുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഇനിയും കുറച്ച് എക്സ്പ്ലോർ. ഗൈസ്, വാട്ട്സ് ദാറ്റ് ബ്രോ? അത് ഷിപ്പല്ലേ ഗൈസ്? എൻ്റെ മൈൻക്രാഫ്റ്റ് ജീവിതത്തിലെ ആദ്യത്തെ ഷിപ്പാണ്. ഓ മൈ ഗോഡ്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ സൺസെറ്റാണ്.
ഇപ്പം രാത്രിയാവും. അപ്പോൾ നമുക്ക് ബെഡ് ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ ബെഡിന് വേണ്ടിയിട്ടുള്ള മരമാണ് മുറിക്കുന്നത്. ഞാൻ ഇതുവരെ ആയിട്ടൊരു മരം മുറിച്ചിട്ടില്ല. സാധാരണ ഏറ്റവും ഫസ്റ്റ് ചെയ്യാറ് മരം മുറിക്കലാണ്. ഞാൻ പിന്നെ പ്ലെയിൻസ് കിട്ടിയോണ്ട് ഫസ്റ്റ് തന്നെ വല്ല വില്ലേജാ മറ്റുണ്ടാന്ന് നോക്കി. ആൻഡ് ഒന്ന് വേഗം കഴിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ അതിൽ പേടിയാവുന്നുണ്ടായിട്ടോ. അപ്പത്തേക്കും അറിയാണ്ടൊക്കെ ഇതൊക്കെ നിന്നു. നമുക്ക് പ്ലാങ്ക്സ് നിൽക്കാൻ അപ്പത്തേക്കും ഭയങ്കര നെർവസ് ആയിരുന്നു. എൻ്റെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ബിൽഡ് ചെയ്തു. അത് വലിയ കോമഡി. 2 ക്രാഫ്റ്റിംഗ് ടേബിളായി, 2 വെക്കാനും കഴിഞ്ഞില്ല. അങ്ങനത്തെ അവസ്ഥ. കണ്ട വെച്ചു, പക്ഷെ അതിൻ്റെ ഒക്കെ പിന്നും വെക്കുന്നു ഞാൻ. കണ്ട അങ്ങനെയൊക്കെ വെച്ചു. പിന്നെ ബെഡ് ഉണ്ടാക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഞാൻ. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ ബെഡ് ഉണ്ടാക്കി. നമ്മൾ ഫസ്റ്റ് തന്നെ ആയിട്ട് ഇതാക്കാൻ പോകണം. ഇവിടെ ബെഡ് ഇപ്പോൾ അപ്പോഴത്തേക്ക് ഈനങ്ങനെ ഗൈസ് ബെഡ് വെറ്റ്. ഇതെന്താ ഗൈസ് ബെഡ് നെങ്ങുന്നില്ല ഗൈസ്. ഇതിൻ്റെ ഇങ്ങനെ എനിക്ക് പൊന്നേ. സോറി ഗൈസ്. ബെഡ് സൂപ്പർ. എനിക്ക് അവിടുന്ന് ക്രീപ്പറിനെ വരെ കാണുന്നുണ്ട് ഗൈസ്. ഞാൻ എൻ്റെ ആരെങ്കിലും നോക്കി അവിടെ ക്രീപ്പറല്ലേ ഉണ്ടായത്. സൂഫ് അങ്ങനെ ഒരു നൈറ്റ് കടന്നു പോയി. നമുക്ക് നേരെ ഷിപ്രക്കിൽ പോവാം ഗൈസ്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ മറ്റേ മരം വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുത്തത്. നമുക്കെല്ലാം ഒരു മെമ്മറീസാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പിന്നെ സുധി ഫാൻസ് ആണല്ലോ, അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. സുധി ഫാനാണെന്ന് വെച്ചിട്ട് ഒരു കോണമില്ല അതൊക്കെ ചെയ്തില്ലെങ്കിൽ. അങ്ങനെ നമ്മൾ നേരെ ഷിപ്രക്കൊക്കെ പോവാം. ഷിപ്രക്ക് നല്ല ഇങ്ങനെ പറയല്. അങ്ങനത്തെ എന്തോ ഷിപ്പിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് എന്താ കയറാത്ത ജമ്പൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തുള്ളത് നോക്കാം ഗൈസ്. എന്താ തുറത്തെ? ഇതിവിടെ ഒരു ചെസ്റ്റ് ഉണ്ട്. ഈ ചെസ്റ്റിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും നല്ല ഉണ്ടാവണേ. എന്തുണ്ടാവും നോക്കാം. കുറേ പേപ്പർ. ഇത് മറ്റേ സ്പിറ്റിംഗ് ടെംപ്ലേറ്റ്. എന്താ മറ്റേതാണ് ഗൈസ്. മറ്റേ ആർമറിലേക്ക് ഇട്ടിട്ട് ആർമറിൻ്റെ ടെംപ്ലേറ്റ് ആയിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അതാണ്. ആൻഡ് ട്രഷർ മാപ്പ് കിട്ടി. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ട്രഷർ മാപ്പാണ്. പിന്നെ കുറേ പേപ്പറും പിന്നെന്താണ് ഒരു ഫെദറും ഉണ്ട്. ഒരു ഇല്ലാത്ത ഫെദർ. ചെസ്റ്റ് ഞാൻ പിന്നെ എനിക്ക് ചെസ്റ്റ് ഉണ്ടാക്കാൻ പേനയാണ്, അതുകൊണ്ടാണ് ഞാൻ ചെസ്റ്റ് മുറിച്ചെടുക്കുന്നത്. ഇനി ഇതോടെ വേറെ ഇതോടെ 2 ചെസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ നല്ല ഉണ്ടായാൽ മതി. ഇതിൻ്റെ ഉള്ളിൽ കുറേ പൊട്ടാറ്റോ കിട്ടി, പക്ഷെ അത് ഇതാണ്, ഇത് പോയിസൺഡ് പൊട്ടാറ്റോ ആണ്. നല്ല പൊട്ടാറ്റോ ആണെങ്കിൽ ഇതാക്കിയറിയാമല്ലേ. പിന്നെ കുറേ വീറ്റും കിട്ടി, കോളും കിട്ടി. പിന്നെന്താ മോസ് ബ്ലോക്ക്. നല്ല ബ്യൂട്ടിഫുൾ ബിൽഡ്സിനൊക്കെ വളരെ ഉപയോഗപ്പെടും മോസ് ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് പോവാം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ വില്ലേജ് കണ്ടുപിടിക്കാൻ നോക്കിയിട്ട് ലാസ്റ്റ് തിരിഞ്ഞ് നമ്മൾ ബെഡുള്ള സ്ഥലത്തേക്ക് തന്നെ എത്തി ഗൈസ്. എന്താ നമുക്ക് ഇതുണ്ടാക്കാം. നമ്മൾ ഫസ്റ്റത്തെ ടൂൾസാണ് ഞാൻ ഉണ്ടാക്കാൻ നോക്കുന്നത്. നല്ല ഗൈസ് ബ്രെഡാണ് കേട്ടോ. എനിക്കപ്പോൾ ഫുഡിൻ്റെ കുറച്ച് ആവശ്യമുണ്ടായതുകൊണ്ടാണ് ബ്രെഡ് ആക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബ്രെഡ് ഞാനത് കുറച്ച് വീറ്റ് ബാക്കിയാക്കുന്നത് എന്തിനാണെന്ന് പറയാം ഗൈസ്. എനിക്ക് നമ്മൾ കൗ ഫാമും ഷീപ്പ് ഫാമൊക്കെ ഉണ്ടാക്കാൻ ഒരു പ്ലാൻ ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഒന്ന് വേഗം ഗൈസ് 30 നമുക്ക് അതിലോഗ്രാം ട്രഷർ മാപ്പ് കിട്ടിയില്ലേ. ആ ട്രഷർ ഗൈസ് ഈ മാപ്പിലേക്ക് ഒന്ന് നോക്കിയേ. ഞാനിപ്പോൾ എഡിറ്റ് ആക്കുമ്പോഴാണ് കാണുന്നത്. ഇതൊരു ലൈക്ക് ആ ഒരു മാപ്പിൽ ഇത് നോക്ക് ഗൈസ്. ബ്രോ, അപ്പോൾ നമ്മൾ എന്താക്കാൻ പോവാണ്. അതെ, മാപ്പ് എടുത്തിട്ട് നമ്മൾ കിളയ്ക്കാൻ പോകുന്നു. മാപ്പിൽ നമ്മൾ ട്രഷർ കണ്ടുപിടിക്കാൻ പോവാണ്. അടുത്തേക്ക് എത്തിയിട്ട് കാണാം. നമ്മളിപ്പോൾ കുറച്ച് ടൂൾസൊക്കെ പണിയും അതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയത്തില്ല ഗൈസ്, ബിക്കോസ് ഇപ്പം തന്നെ 9 മിനിറ്റായി, നമുക്ക് ടൈമില്ല. ഇപ്പം ഞാൻ കുറിച്ച് എൻ്റെ സാധനങ്ങളൊക്കെ ചെസ്റ്റിലേക്കാണ് കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ എത്തി ലാസ്റ്റ് ട്രഷറുള്ള സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ ഇതോടെ കുറച്ച് നമ്മൾ കുഴിച്ചിട്ട് നോക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. അങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് കിട്ടി ഗൈസ് നമ്മൾ ഫസ്റ്റത്തെ ട്രഷർ. ഈ ഡയമണ്ട് 6 ചെയിൻ ആർമർ. പിന്നെ മറ്റൊരു എന്തതിൻ്റെ 5 അയണും കിട്ടി. പിന്നെ മറ്റേ ആ സാധനത്തിൻ്റെ പേരെന്തായിരുന്നു കേട്ടോ. നമുക്ക് കുറച്ച് ആർമറും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെയിന് 2 ചെസ്റ്റ് പ്ലേറ്റും പിന്നെ ഒരു പാൻസും പിന്നെ ചെയിൻ്റെ ഹെൽമെറ്റ് 2 കിട്ടിയിട്ടുണ്ട്.
ആൻഡ് പിന്നെ എന്താണ് നമുക്ക് കിട്ടിയത്, ഇതിൻ്റെ പേരെന്തായിരുന്നു, ഹാർട്ട് ഓഫ് ദ സീ. ഇത് എന്തിനോ ഉള്ളതാണ് കേസ്, മറ്റേ വാട്ടറിനടിയിൽ ഇത് അങ്ങനത്തെ എന്തോ ആണ് കേസ്. പിന്നെ നമുക്ക് ഡയമണ്ട് കിട്ടി കേസ്, നമ്മളെ ഫസ്റ്റത്തെ ഡയമണ്ട് വിത്തൗട്ട് ഹാർഡ് വർക്കാണ് കേസ്. ആൻഡ് ഇതെന്തത്, പോഷൻ ഓഫ് റീജനറേഷൻ, ഇതെന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ കേസ് എനിക്ക് ഈ ചെസ്റ്റും പൊട്ടിച്ചിട്ട് എടുക്കാം. എന്തിനാണെന്ന് വെച്ചാൽ ഓരോരോ ഈനും വേണ്ടിയിട്ട് ജസ്റ്റും കൂടി പൊട്ടിച്ചിട്ട് എടുക്കാം. വെറുതെ നമുക്കൊരു മെമ്മറിക്കും വേണ്ടിയിട്ട് ഇതൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ തന്നെ വെക്കാം. അപ്പോൾ കേസ് നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ 30 ട്രഷർ കിട്ടിയല്ലേ, ആ ചെസ്റ്റും കൊണ്ടുവന്നിട്ട് നമ്മൾ ഫസ്റ്റ് ട്രഷർ ആയതുകൊണ്ട് തന്നെ ട്രഷർ ചെസ്റ്റ് എന്ന് എഴുതി വെക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ട്രഷറിന് കിട്ടിയ എല്ലാ സാധനം അതിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ വെക്കാനാണ് നമ്മളെ പ്ലാൻ. അപ്പോൾ ഗൈസ് ഈ വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കാണാം. ലാസ്റ്റ് ഒരു വളരെ വലിയൊരു ഫണ്ണ് നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഇനിയാണ് വലിയ സീന് വരാൻ പോകുന്നത്. ഇപ്പം മഴ വന്നു, അപ്പോൾ ഞാനൊരു ചെറിയൊരു ഡേർട്ട് ആക്കാൻ ചെലുത്തി ഇതാക്കുന്നതാണ്. ആൻഡ് അപ്പോഴത്തേക്ക് എൻ്റെ കീബോർഡ് ജസ്റ്റ് എന്തോ ആയിട്ട് അടിച്ചു പോയി, എന്തോ ആയി. കീബോർഡ് ഫ്രണ്ടിലേക്ക് ഇപ്പോൾ നീങ്ങുന്നില്ല, കണ്ടോ, ഞാൻ ഫ്രണ്ടിലേക്ക് നീക്കിക്കൊണ്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് കേസ് എന്തെങ്കിലും വരിച്ചിട്ട് ഞാൻ ഇത് വെച്ചു, എന്താ ഡേർട്ട് വെച്ചു. സത്യം പറഞ്ഞാൽ ഞാനപ്പം നല്ല നെർവസിലാണ് ഉണ്ടായത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബാക്ക് പോകാൻ ഫ്രണ്ട് പോകാൻ ഒന്നിനും പറ്റുന്നില്ല. എടുക്കെടുക്ക് പോവും, പിന്നെ പോയെങ്കിൽ നിർത്തിന്. കണ്ടോ ഗൈസ്, ഇപ്പോഴാണ് ഇത് മെയിൻ സീൻ. കണ്ടോ, ഞാൻ നിൽക്കുന്നതല്ല, ഞാൻ ഒരിക്കൽ നിൽക്കി, അതിന് ശേഷം ഇത് തന്നെയാണ് ഞാൻ സ്റ്റോപ്പാക്കാൻ നോക്കുന്നുണ്ട്. ഇത് സ്റ്റോപ്പാകുന്നില്ല. എന്താ പറഞ്ഞാൽ എനിക്കറിയത്തില്ല, കീബോർഡിൻ്റെ പ്രശ്നമായിരിക്കും. കണ്ടോ, ഇതിപ്പോൾ ഞാൻ സഹിച്ചിട്ട് ഞാൻ മറ്റേത് ഓണാക്കിയതാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ടാബിലാണ് കളിക്കുന്നത്. ടാബിലേക്ക് മറ്റേ കീബോർഡ് കണക്റ്റ് ആക്കിയിട്ടും ഇപ്പോഴത്തേക്കാണ് മറ്റേ ഇതൊക്കെ വന്നത്, എന്തൊക്കെയോ കൺട്രോളൊക്കെ ആയിട്ട് ഭയങ്കര സോംബിയൊക്കെ അടിച്ച്. ഇപ്പം നിങ്ങൾ കാണുക കേസ് ഇതാണ്. എനിക്കിപ്പോൾ ലാസ്റ്റ് പേടിയായി, ഞാൻ ഫുള്ള് ബാക്ക് അടിക്കാൻ പോയി. അങ്ങനെ ഞാൻ ലാസ്റ്റ് ബാക്ക് അടിച്ചു. ഞാൻ പിന്നെ സേവ് ആൻഡ് കിറ്റെല്ലാം അടിച്ചതുകൊണ്ട് സാധനമൊന്നും ഡീസ്പോൺ ആകത്തില്ല. ചിലപ്പോൾ ഞാൻ ചത്തേ പോകത്തില്ല, അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടാണ് ഞാൻ അപ്പം തന്നെ ബാക്ക് അടിച്ചത്. ആൻഡ് അടുത്ത വീഡിയോ കണ്ടി എല്ലാവരും കാത്തു നിൽക്കാം. ആൻഡ് അടുത്ത വീഡിയോയിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എല്ലാവരും നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യുക. എന്ത് ചെയ്യണം, മൈനിങ്ങിന് പോകണോ, അതൊരു പുര കെട്ടണോ, അതൊരു വില്ലേജ് കണ്ടുപിടിക്കാൻ പോകണോ, കുറേ നമുക്ക് ഗോൾസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ വില്ലേജ് കണ്ടുപിടിക്കാനുള്ള ഗോള് കംപ്ലീറ്റ് ആക്കിയിട്ടാണ്, ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആക്കി എന്നാണ് എൻ്റെ വിചാരം. ആൻഡ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ സാധനങ്ങൾ പോയില്ല എന്ന പ്രതീക്ഷയോടെ എന്ന വാക്കുകൂടി, ആ വാക്ക് നല്ല വാക്ക് വെട്ടി ഈ വീഡിയോ അവസാനിക്കുകയാണ്. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത ബട്ടൺ അടിച്ചു പിടിക്കുക. അപ്പോൾ നാളെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. അടുത്ത വീഡിയോയിൽ സാധനങ്ങളുണ്ടെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ ഞാൻ അപ്പനെ ഡിലീറ്റ് ആക്കും.